നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിരവധി പ്രവാസികളുമായി ഷാർജയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വന്ന ഇൻഡിഗോ വിമാനം സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഇറക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതിലുള്ള പ്രവാസികൾ എല്ലാവരും തന്നെ സുരക്ഷിതരാണെന്നും ഇവരെ ഇന്ത്യയിലെത്തിക്കാൻ മറ്റൊരു ഇൻഡിഗോ വിമാനം കറാച്ചിയിലേക്ക് അയക്കാൻ ചർച്ച നടത്തുകയാണെന്നും ഇൻഡിഗോ പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഷാർജയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് സർവീസ് നടത്തുന്ന ഇൻഡിഗോ വിമാനം 6C1406 ആണ് കറാച്ചിയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത്. പൈലറ്റ് സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. മുൻകരുതൽ എന്ന നിലയിലാണ് വിമാനം കറാച്ചിയിലേക്ക് തിരിച്ചുവിട്ടത്. സംഭവത്തിൽ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിമാനത്തിന്റെ ഇൻഡിക്കേറ്റർ ലൈറ്റിന് തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിമാനം കറാച്ചി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയതെന്നുമാണ് വിമാന കമ്പനിയും നൽകിയ വിശദീകരണം. രണ്ടാഴ്ചക്കിടെ കറാച്ചിയിൽ ഇറങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വിമാനമാണിത്. ജൂലൈ 5-ന് പ്രവാസികളുമായി ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രയിൽ സ്പൈസ് ജെറ്റ് വിമാനം ഇൻഡിക്കേറ്റർ ലൈറ്റ് തകരാറായതിനെ തുടർന്ന് കറാച്ചിയിലേക്ക് തിരിച്ചുവിട്ടിരുന്നു. ദുബായിലേക്കുള്ള യാത്രക്കിടെ സ്പൈസ് ജെറ്റിന്റെ ബോയിംഗ് 737 മാക്സ് വിമാനത്തിലാണ് തകരാർ അനുഭവപ്പെട്ടത്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ സ്പൈസ് ജെറ്റ് വിമാനയാത്രക്കിടെ സംഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ DGCA അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇൻഡിക്കേറ്റർ ലൈറ്റിന്റെ തകരാറിനെ തുടർന്ന് കറാച്ചിയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു എന്നാണ് വിമാന കമ്പനിയും നൽകിയ വിശദീകരണം. എന്നാൽ ഇത് എമർജൻസി ലാൻഡിംഗ് അല്ലായിരുന്നുവെന്നും സാധാരണ നിലയിലുള്ള ലാൻഡിംഗ് ആയിരുന്നുവെന്നുമാണ് വിമാന കമ്പനി വക്താവും വിശദീകരിച്ചത്. തകരാർ കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു വിമാനം കറാച്ചിയിലേക്ക് അയച്ചത്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക അറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് DGCA അന്വേഷണത്തിന് ഉത്തരവിട്ടതും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.